അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 30-ാം എപ്പിസോഡ് മുറിഞ്ഞുപോയത് കാരണം പള്ളിയാണിത്, ആളുകൾ ഇങ്ങനെ വന്നപ്പോൾ മുറിഞ്ഞുപോയി. 31-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അസീസ് രാജാവ് രാജാധികാരം കൊടുത്ത് മിസ്റിൻ്റെ അധിപനായി 14 കൊല്ലം നിങ്ങൾ വാണുകൊള്ളുക, ക്ഷാമത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കാലഘട്ടം കഴിയുന്നതുവരെ, അഥവാ 14 വർഷം കഴിയുന്നതുവരെ നിങ്ങൾ ഭരിക്കുക, അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് വെറുതെ ഒരു ആലങ്കാരികമായി പറഞ്ഞു. അദ്ദേഹം മരണപ്പെട്ടുപോയി. ഏതായാലും അങ്ങനെ ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിൻ്റെ രാജ്യ ചെങ്കോൽ അധികാരം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ആ കിനാവിൽ അസീസ് രാജാവ് കണ്ടതുപോലെ, അതിന് വ്യാഖ്യാനം മഹാനായ യൂസുഫ് നബി പറഞ്ഞതുപോലെ ഫസ്റ്റിലുള്ള 7 വർഷം ക്ഷേമത്തിൻ്റെ കാലഘട്ടമാണ്. എന്തും തരിശായ ഭൂമിയിൽ പോലും എറിയപ്പെട്ടാൽ അത് വിളയും. അങ്ങ് ആ രൂപത്തിലുള്ള കല്ലെറിഞ്ഞാലും നെല്ല് വിളയുന്ന കാലം എന്ന് കാരണന്മാർ പറയും പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ആ 7 വർഷം. ഉടനെ തന്നെ രാജാവ് എല്ലാ ആളുകൾക്കും, ജോലിക്കാർക്കും, മറ്റുള്ളവർക്കുമൊക്കെ ഉത്തരവിടുകയാണ്. എന്തോ ഒരു ഉത്തരവിടുകയാണ്. അതെന്തായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട കവി തന്നെ പറയലായിരിക്കും തരഗതിയിൽ വിളകളൊക്കെ ഇറക്കിക്കൊണ്ടായെടുപ്പ്, സകലം പിന്നെ നിറച്ചടക്കി അടുക്കൊടുക്കായി നിറപ്പ്. രാജാവ് പറഞ്ഞതുപോലെ തന്നെ, യൂസുഫ് നബി അലൈഹി സ്വലാം വ്യാഖ്യാനിച്ചതുപോലെ തന്നെ, ആ 7 വർഷക്കാലം എല്ലാ ഭാഗത്തും മിസ്റിന് ഇനി ഒരു ഭാഗവും ബാക്കിയില്ല. എല്ലാ കാടും മലയ്ക്കും പാറമ്പും എല്ലാ കൃഷിയിടങ്ങളും ഒക്കെ വിളവിറക്കിക്കൊണ്ട് എല്ലാ നിലക്കും ഗോതമ്പും മറ്റ് ധാന്യങ്ങളും എല്ലാം വിളവ് ചെയ്തെടുത്തുകൊണ്ട് മിസ്റിൻ്റെ ഗോഡൗണുകളാൽ ഭക്ഷണം, ധാന്യം അതാ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. 7 വർഷം അന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഇന്നത്തെ ഒരു സമ്പ്രദായം അഥവാ റേഷൻ സമ്പ്രദായം അന്ന് നടപ്പിൽ വരുത്തിയത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമായിരുന്നു ആദ്യമായി. അങ്ങനെ അടുത്ത് തന്നെ മിസ്റിലേറെ റേഷൻ നടവടിയിൽ വരുത്തി, അതിർപ്പപ്പെട്ട ഭരണം കൊണ്ട് അതിലെ നാട്ടിൽ നടത്തി. റേഷൻ സമ്പ്രദായം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ, എല്ലാവർക്കും, പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കൊക്കെ. അങ്ങനെ നല്ല സുന്ദരമായ ഭരണം, നീതിയായ ഭരണം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടക്കി പാണ്ട് സബ് കാലം നിയമത്തിൽ പോയി കഴിഞ്ഞ്, അതിരിവിട്ടേ ദിവസം രാവിൽ വിളിത്ത് ബാനർ പറഞ്ഞ്. അങ്ങനെ 7 വർഷം എല്ലാ കൃഷികളും ഇറക്കി മിസ്റിൻ്റെ ഗോഡൗണുകളാകെ ധാന്യങ്ങളാൽ നിറക്കപ്പെട്ടു എന്ന് മാത്രമല്ല, 7 വർഷം പോയതറിഞ്ഞില്ല. ക്ഷേമത്തിൻ്റെ കാലഘട്ടമായ ആ വിളവെടുപ്പിൻ്റെ കാലഘട്ടം പോയി മറഞ്ഞു. 7 വർഷം പെട്ടെന്നാണ് പോയി മറഞ്ഞത്. ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സമീപത്തേക്ക് അതാ മലക്കുകൾ വന്നുകൊണ്ട്, ബാനർ എന്ന് പറഞ്ഞാൽ മലക്കുകൾ വന്നുകൊണ്ട് പറയുകയാണ്, എന്ത്? നടവടിയിൽ ജനറുകളാകെ ദുഷിച്ച് നിന്റെ സബബാൽ നലവിൻ കാലം എടുത്ത് കോമാൻ ഇറക്കി ക്ഷാമം വലബാൽ കൊടുമപ്പെട്ട വിളിയിൽ റയ്യാൻ കിടുങ്ങിയുള്ള വിറത്തെ കൂവിയൻ്റെ ഉദരമിൽ ജോ അതിരിവിട്ട് മികത്തെ ഉരത്ത് പിന്നും കൊടുക്ക് തിന്നാൻ അടങ്ങുന്നില്ല വിശപ്പ്. ഒരുക്കി ഹബ്ബാസ് എടുത്ത് തീറ്റ കൊടുക്കയൊരു പരപ്പ്. പറയും നിന്നും അടങ്ങുന്നില്ല ഉടനെ ചെണ്ട് നബിക്ക്. പരിഭ്രമങ്ങൾ സകലം വേഗം അറിവിച്ചൊന്ന് കൊടുക്ക്. യൂസുഫ് നബിനോട് കാര്യങ്ങൾ വന്ന് ബാനർ
നബിയാണല്ലോ, പ്രവാചകനാണല്ലോ, പറഞ്ഞു ക്ഷേമത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മുതൽ, നാളെ മുതൽ ആളുകളൊക്കെ ദുഷിച്ച നടപടി തുടങ്ങിയത് കാരണം ആളുകളൊക്കെ ഇന്നത്തെ പോലെ, ഇപ്പോൾ 2025 പോലെ എല്ലാവരും ഇപ്പോൾ വേണ്ടാത്ത പരിപാടിയാണ്. 90% ആളുകൾ, 10% മാത്രം ആൾക്കാരുള്ളൂ ഇപ്പോൾ നല്ലൊരു. അപ്പോൾ ആ നല്ലൊരു ഞാൻ പെടും, നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ പെടില്ല. അപ്പോൾ അതാണ് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നല്ല ആൾക്കാരൊക്കെ പോയി. അങ്ങനെ അള്ളാഹിൻ്റെ ദേഷ്യം അവിടെ ഇറക്കുകയാണ്. അതുകൊണ്ടാണ് 7 വർഷം വെറും ക്ഷാമത്തിൻ്റെ കാലഘട്ടം വന്നു എന്ന് മലക്കുകൾ വന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി തന്നെ റയ്യാനിൽ വരിതാവുന്ന അസീസ് രാജാവ് ഭയങ്കര ക്ഷീണത്താൽ അദ്ദേഹം ആകെ വയറൊക്കെ ഒട്ടിച്ചൊളിഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ, കൂവി എൻ്റെ ഉദരമിൽ ജൂ അതിര് വിട്ട് മികത്ത്, ഭയങ്കരമായ ദാഹം, വിശപ്പ് ഒക്കെ ഇട്ട് അന്നത്തെ രാത്രി അസീസ് രാജാവ് കടന്നുറങ്ങിയില്ല എന്ന് പറയുന്നത്. വേഗം ചെന്നിട്ട് ഇബ്രാനിയായ അടിമയോട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. പറയുന്നിന്നും അടങ്ങുന്നില്ല, ഉടനെ ചെണ്ട് നബിക്ക് എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടുക ആ നബിനോട്, യൂസുഫ് നബിനോട് ചെന്ന് പറയണം. അഥവാ ഞാൻ നിയോഗിച്ചതായ എൻ്റെ അടിമയോട് ചെന്ന് പറയും. ആരെങ്കിലും അദ്ദേഹത്തിനോട് ചെന്ന് എൻ്റെ വിവരം എന്ന് പറയും. എനിക്കാകെ പ്രശ്നമാണ്, ശരീരത്തിനൊക്കെ ആകെ തളർച്ച, ആകെ പ്രശ്നം. പരിഭ്രമങ്ങൾ സകലം വേഗം അറിയിച്ചൊന്ന് കൊടുക്ക്. ഒപ്പമുണ്ടായിരുന്ന ആളുകളെ വിളിച്ച് ഈ വിവരം യൂസുഫ് നബി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അരിമയിറും നബിക്ക് ചെണ്ട് വിവരം ചൊല്ലി കൊടുത്ത്, അറിഞ്ഞുടനെ ഗുരുവർ ബന്ദി തടുത്ത് റയ്യാൻ്റെ ഇടത്ത്, കുറച്ച് വെള്ളം ജപിത്ത് റയ്യാനവരിൽ തങ്ങൾ കൊടുത്ത്, കൊടുമപ്പെട്ടേ വിശപ്പും ദാഹം ഉടനെ തന്നെ ക്ഷമിത്ത്. യൂസുഫ് നബിയോട് വന്നിട്ട് പരിചാരകർ പറഞ്ഞു, അസീസ് രാജാവിൻ്റെ പരിചാരകർ പറഞ്ഞു, രാജാവിന് എന്തോ പ്രശ്നം പിടിപെട്ട് കൊണ്ടുപോകാർ, ഭയങ്കര വിശപ്പ്, എത്ര എന്ത് കൊടുത്തിട്ടും അടങ്ങണില്ല, വിശപ്പ് അടങ്ങണില്ല അത്രയാണ്. ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവായ റയ്യാൻ ബിൻ വലീദിൻ്റെ അടുത്തേക്ക്, അഥവാ അസീസ് രാജാവിൻ്റെ അടുത്തേക്ക് വേഗം വന്നിട്ട് അരിമയേറും നബിക്ക് ചെണ്ട് വിവരം ചൊല്ലിക്കൊടുത്ത്, കുറഞ്ഞ വെള്ളം ജപിത്ത്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു, അന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്ന് എന്താ ചങ്ങത്, വെള്ളം എടുത്തിട്ട് അതിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ജപിച്ചു കൊടുത്തു, ഊതിക്കൊടുത്തു. അങ്ങനെ അത് റയ്യാനിൽ വരിതാവുന്ന അസീസ് രാജാവിനോട് കൊടുത്തപ്പോൾ കൊടുമപ്പെട്ട വിശപ്പും ദാഹം ഉടനെ തന്നെ ക്ഷമിത്ത്. അപ്പോൾ ഈ മന്ത്രം ഈ വെള്ളം അങ്ങോട്ട് ഊതിക്കൊടുത്തപ്പോൾ അസീസ് രാജാവിൻ്റെ എല്ലാ വിശപ്പും ദാഹമൊക്കെ മാറി. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് മഹാകവി അന്തറുബ്ദി മുത്തുക്കോയത്തങ്ങൾ പറയലായിരിക്കും നല്ലത്. തന്നെ അതിൽ റയ്യാൻ മഹാക്ഷീണമായി, തടിയും മെലിന്ത് വന്തോടു രോഗമായി, പിന്നെ ഇവർ ദീനിൽ കടന്ന് മൗത്തായി, വീണ്ടും കഥാശുദ്ധി ഇമാമുരത്താർ. എന്നാൽ നബിയന്റെ വാറത്തിൻ കാലം എന്നും ഉദരത്തിൽ പിടിക്കുവോളം തിന്നില്ലെന്നുണ്ട് വിശപ്പുകാരെ, ദില്ലിൽ മറക്കുന്ന ഭയത്തിരിതീരെ, കുവലും നേനും നൊട്ടി സാടിത്ത് പൊട്ട്, കോമാൻ നബിയം നാൾ പരത്തപ്പെട്ട്. അങ്ങനെ ചുരുക്കി പറയാം, ആ വിശപ്പും ആ ദാഹവും അടങ്ങാത്തതിന് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വെള്ളം ഊതി കൊടുത്തപ്പോൾ അത് ശിഫിയായി. പക്ഷേ എങ്ങനെയായാലും അത് മഹാനവറുകളുടെ, അഥവാ രാജാവിൻ്റെ, റയ്യാൻ്റെ, അസീസിൻ്റെ അവസാന നിമിഷങ്ങൾ അടുത്തു, അവസാനത്തിലേക്കുള്ള പോക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ക്ഷീണം ദാഹൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ ഇവർ ദീനിൽ കടന്ന് മൗത്തായി, വീണ്ടും കഥാശുദ്ധി ഇമാമുരത്താർ. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചു എന്നാണ് പറയണത് റയ്യാൻ ബിൻ വലീദ്, അസീസ് രാജാവ്. 2 പേരുണ്ട് ഇവർക്ക്, വേറെയും കുറേ പേരുണ്ട്.
അപ്പോൾ മഹാനായ അസീസ് അങ്ങനെ യൂസുഫ് നബിനെ കൊണ്ട് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്ന് അദ്ദേഹം വഫാത്തായി എന്നാണ് മഹാനായ ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി മുഫസ്സിറുകളിൽ ഒരാളായ മഹാനായ ഇമാം സുദ്ദി റളിയല്ലാഹു തആല ഇവിടെ ഉദ്ധരിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നാൽ നബി അന്തേ വറത്തിൻ കാലം എന്നും ഉദരത്തിൽ പിടിക്കുവോളം മവിലുന്നതിൽ ധാന്യം മിതാവിലക്ക് പലതും അസീസ് വിറ്റിടും ശരിക്ക്. അങ്ങനെ പിന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹം വഫാത്തായതിനു ശേഷം ശരിയായ ഭരണം, നീതിയായ ഭരണം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം അതാണല്ലോ. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എല്ലാ ഭാഗത്തേക്കും നോട്ടീസ് അടിച്ച് പരത്തുകയാണ്. എന്താണ്? മിസ്റിൽ കുറഞ്ഞ വിലക്ക് ധാന്യം കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കോളീൻ. കാരണം പരിസര പ്രദേശങ്ങളിലും നാടുകളിലൊന്നും എന്താണ് ആകെ ക്ഷാമം പിടിപെട്ടിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് വെള്ളമില്ലാതെ കിടങ്ങാറില്ല. ഒന്നുകിൽ വെള്ളമില്ലാതെ ഇടങ്ങാറാവും, അല്ലെങ്കിൽ വെള്ളം ഊടിയിട്ട് ഇടങ്ങാറാവും. രണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. നമ്മളെ മണി പറഞ്ഞതുപോലെ. ഏത് മണി? നമ്മളെ രാഷ്ട്രീയത്തിലൊരു മണി ഉണ്ടല്ലോ, മണി തന്നെ മുമ്പൊരു മണി തന്നെ. എന്ത് മണി? അല്ല, നമ്മളെ എന്ത് മണിയപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു മണി ഉണ്ടല്ലോ ആ ഭാഗത്ത്. മൂപ്പര് പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഒന്നുകിൽ തമിഴ്നാട്ടുകാർ വെള്ളം കിട്ടാതെ മരിച്ചും കേരളക്കാർ വെള്ളം കിട്ടിയിട്ടും മരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഏതായാലും അങ്ങനെയാണ് സംഭവം. മവിലുന്നതിൽ ധാന്യം മിതവിലക്ക് പലതും അസീസ് വിറ്റിടും ശരിക്ക് തവരാതതിൽ തൂക്കം വളത്തും മുട്ടും സകലം എഴുതപ്പെട്ടും. ഇങ്ങനെ അസീസ് രാജാവ് മിസ്റിൽ ഇങ്ങനെ ധാന്യം കൊടുക്കുന്നുണ്ട് മിതമായ വിലക്ക് എന്ന്. എല്ലാ ഭാഗത്തും ക്ഷാമം വന്നപ്പോൾ അടിച്ചു പരത്തി എന്നാണ് ചരിത്രം പറയുന്നത്. ബാക്കി അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിലെ വിവരിക്കാനാവൂ. ഫോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.